ഹായ്, വെൽക്കം എവരിവൺ. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുള്ള കാര്യം തന്നെയാണ്. അതായത് ചാർട്ട് പാറ്റേൺസിനെ പറ്റിയാണ്. നമ്മൾ കഴിഞ്ഞ തവണ ബൈലാറ്ററൽ ചാർട്ട് പാറ്റേൺസിനെ പറ്റി പഠിച്ചു. കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടിട്ട് വരിക. പിന്നെ ഞാൻ അപ്പോഴും എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നുണ്ട്, നിങ്ങളതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ആരും പ്രാക്ടീസ് ചെയ്തിട്ടില്ലല്ലോ. ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സന്തോഷം, നല്ല കാര്യം. കാരണം ഞാൻ പല ഫോട്ടോസിലും കാണിക്കുമ്പോൾ പറയുന്നുണ്ട്, ഒന്ന് നിങ്ങളുടെ ഈ ഒരു റെപ്രസെന്റേഷൻ ഇമേജ് നിങ്ങൾ കാണുന്ന പോലെ അല്ല, അല്ലെങ്കിൽ നിങ്ങളൊരു റെപ്രസെന്റേഷൻ ഇമേജ് കാണുന്ന പോലെ അല്ല ചാർട്ട് വരുമ്പോഴത്തേക്ക്. നിങ്ങൾക്ക് ആദ്യം പാടായിരിക്കും കണ്ടുപിടിക്കുക. പക്ഷെ നിങ്ങൾ വരയ്ക്കുക, എടുത്ത് ചുമ്മാ നഷ്ടമൊന്നും ഇല്ലല്ലോ. ചാർട്ട് എടുക്കുക, ഫ്രീ ടൈം കിട്ടുമ്പോൾ ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കുക. പതുക്കെ നിങ്ങളുടെ മുന്നിൽ ഈ പാറ്റേൺസ് ഒക്കെ തെളിഞ്ഞു വരും 100%. അവസാനം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇന്നടത്തുണ്ട്. അങ്ങനെ നിങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ടാക്കുക, പ്രാക്ടീസ് ചെയ്യുക, അടിപൊളി ഒരു ട്രേഡർ ആകാൻ പറ്റും. അപ്പം ഇന്നത്തെ പഠിക്കാൻ പോകുന്ന പാറ്റേൺ എന്ന് പറയുമ്പോഴത്തേക്ക് ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് പാറ്റേൺസ് ആണ്. പേരെന്ന് ആലോചിച്ച് എനിക്ക് എന്താ അർത്ഥം, ലോജിക് ആലോചിക്കുക. ട്രെൻഡ് റിവേഴ്സൽ. ഏതൊരു ട്രെൻഡിൽ ഈ ഒരു പാറ്റേൺ വന്നാലും അത് റിവേഴ്സ് ആയിപ്പോകും. മനസ്സിലായല്ലോ? ഒന്നുകൂടെ പറയാം. ഒരു അപ് ട്രെൻഡിൽ ഈ ഒരു പാറ്റേൺ വന്നാൽ അത് ഡൗൺ ട്രെൻഡ് ആയിട്ട് മാറുമെന്ന്, ഡൗൺ ട്രെൻഡിൽ ഈ ഒരു പാറ്റേൺ വന്നാൽ അതൊരു അപ് ട്രെൻഡ് ആയിട്ട് മാറുമെന്നാണ് പറയുന്നത്. അപ്പം ഫസ്റ്റ് നമുക്കൊരു പാറ്റേൺ പരിചയപ്പെടാം. അതെ, മറ്റേ മുകളിൽ കാണിക്കുന്നുണ്ടല്ലേ, ഒരു എം പോലത്തെ ഒരു പാറ്റേൺ. അതാണ് ഡബിൾ ടോപ്പ്. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഡബിൾ ടോപ്പ് എന്ന് പറഞ്ഞ പാറ്റേൺ. 2 ടോപ്പ് ഉണ്ടല്ലോ. അതായത് ഇതിന്റെ ലോജിക്ക് ആലോചിച്ച് നോക്കുന്നു. ഒരു അപ് ട്രെൻഡിൽ ഒരു റെസിസ്റ്റൻസ് എടുക്കുന്നു. അതിനർത്ഥം എന്താ, ബയേഴ്സ് മാത്രം ഡോമിനന്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ സെല്ലേഴ്സ് വരുന്നു, തിരിച്ചൊരു സപ്പോർട്ട് എടുക്കുന്നു, വീണ്ടും മുകളിലോട്ട് പോകുന്നു, വീണ്ടും താഴേക്ക് വരുന്നു. അതായത് മുകളിൽ രണ്ടാമതൊരു റെസിസ്റ്റൻസ് എടുത്തിട്ട് വീണ്ടും താഴോട്ട് വരും. ആ ഒരു സപ്പോർട്ട് എടുത്തൊരു ഏരിയ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകുമ്പോഴത്തേക്ക് അത് ഡൗൺ ട്രെൻഡ് ആയിട്ട് മാറി, ട്രെൻഡ് റിവേഴ്സ് ആയി എന്നാണ് നമ്മുടെ ഈ ഒരു പാറ്റേൺ നമുക്ക് പറഞ്ഞു തരുന്നത്. മനസ്സിലായല്ലോ? നമ്മൾ അടുത്തത് പറയാൻ പോകുന്ന പാറ്റേൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ കറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡബിൾ ബോട്ടോ നമ്മൾ പറയാൻ പോകുന്നത്. ഡബിൾ ബോട്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് ആലോചിച്ച് നോക്കി, എം തിരിച്ചിട്ടാൽ ഡബ്ല്യു എന്ന് പറയുന്ന പോലെ അതിന്റെ ലോജിക്ക് ആലോചിച്ച് നോക്കി. ആ ഫോട്ടോയെ കണ്ടല്ലോ, താഴോട്ടൊരു ഡൗൺ ട്രെൻഡ് വരുന്നു, സപ്പോർട്ട് എടുക്കുന്നു, അതായത് ബയേഴ്സ് വന്നു, തിരിച്ച് മുകളിലോട്ട് പോകുന്നു, റെസിസ്റ്റൻസ് എടുക്കുന്നു, വീണ്ടും താഴെ വന്ന് സപ്പോർട്ട് എടുക്കുന്നു. ആ ഒരു റെസിസ്റ്റൻസ് ഏരിയ, ആ ഡബ്ല്യുവിന്റെ ആയിരുന്നു നടുക്കത്തെ ഭാഗം, ആ നെക്ക് ലൈൻ ഏരിയ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാൻ നേരത്തെ എന്താ പറ്റുന്നത്, ഡൗൺ ട്രെൻഡ് റിവേഴ്സലായിട്ട് അപ് ട്രെൻഡ് ആയിട്ട് മാറും. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഡബിൾ ബോട്ടം എന്ന് പറഞ്ഞ പാറ്റേൺ, കുറെ ഡബിൾ ബോട്ടം വന്നാൽ എങ്ങനെ ഇരിക്കും, അതുപോലത്തെ ഒരു പാറ്റേൺ ആണ്. അതാണ് റൗണ്ടിങ് ബോട്ടം എന്ന് പറയുന്നത്. ഇതെല്ലാം പല ചാർട്ടായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, ജസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് കണ്ടിട്ടുണ്ടായിരിക്കും. മുമ്പ് നമുക്ക് മനസ്സിലായി കാണത്തില്ല, പക്ഷെ ഇനി നമുക്ക് എല്ലാവർക്കും മനസ്സിലാകണം, അത്രയ്ക്ക് പ്രാക്ടീസ് ചെയ്യണം. റൗണ്ടിങ് ബോട്ടം എന്ന് ആലോചിച്ച് നോക്കി, താഴോട്ട് വരുന്നു, ഡൗൺ ട്രെൻഡിലാണ് റൗണ്ടിങ് ബോട്ടം വരുന്നത്, അത് റിവേഴ്സ് ആക്കി വിടും. താഴോട്ട് വരുന്നു, ഒരു റെസിസ്റ്റൻസ് എടുക്കുന്നു, വീണ്ടും താഴേക്ക് വരുന്നു, പിന്നെ കുറെ ഡബിൾ ബോട്ടം പോലെ കുറെ പാറ്റേൺ ഉണ്ടാകുന്നു. ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ട് ഉണ്ടെന്ന്, വീണ്ടും അത് മുകളിലോട്ട് പോകുന്നു, ഒരു റെസിസ്റ്റൻസ് എടുക്കുന്നു, പിന്നെ അത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ടാണ് പോകുന്നത്. ഇതിന്റെ എല്ലാത്തിനും ലോജിക്ക് ബേസിക് സപ്ലൈ ആൻഡ് ഡിമാൻഡ്, അതൊരു പാറ്റേൺ ആയിട്ട് വരുന്നത് മാത്രമേ ഉള്ളൂ. അതപ്പോൾ എന്ത് പറ്റി, ഡൗൺ ട്രെൻഡിൽ ഈ പാറ്റേൺ വന്നപ്പോഴത്തേക്ക് അത് അപ് ട്രെൻഡ് ആയിട്ട് മാറി. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് എന്താ പറയുക, ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ്. നിങ്ങൾ എന്റെ ഷോൾഡറിലോട്ടൊന്ന് നോക്കി, ഇവിടെ താഴെ ഷോൾഡർ, ഇവിടെ ഹെഡ്, കുറച്ച് മുകളിലായിട്ട് ഹെഡ്, വീണ്ടും അടുത്ത ഷോൾഡർ കുറച്ച് താഴെ. ആ ഒരു പാറ്റേൺ തന്നെയല്ലേ നിങ്ങൾ കാണുന്നത്, അതുകൊണ്ടാണ് ആ ഒരു പേര് വന്നത്. ആദ്യം ഒരു ഡൗൺ ട്രെൻഡിൽ ഒരു അപ് ട്രെൻഡിലോട്ട് വരുന്നു, അവിടെ ഒരു റെസിസ്റ്റൻസ് എടുക്കുന്നു, അതായത് സപ്ലൈ കൂടുന്നു, വീണ്ടും താഴേക്ക് വരുന്നു, വീണ്ടും അതിനെക്കാട്ടി മുകളിൽ ഒരു ഹെഡ് ഉണ്ടാക്കുന്നു, റെസിസ്റ്റൻസ് എടുക്കുന്നു, വീണ്ടും താഴേക്ക് വരുന്നു. അടുത്തെന്താ പറ്റുന്നത്, മുകളിലോട്ട് പോയിട്ട് ഒരു റെസിസ്റ്റൻസ് വീണ്ടും എടുക്കുന്നു, താഴേക്ക് വരുന്നു. അപ്പൊ അത് അപ് ട്രെൻഡിൽ വന്നപ്പോഴത്തേക്ക് അത് ഡൗൺ ട്രെൻഡ് ആയിട്ട് മാറി. അടിപൊളിയല്ലേ? ഈ ഫോട്ടോ കാണുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ചാർട്ട് പാറ്റേൺ ചാർട്ടിനകത്ത് വരുമ്പോഴത്തേക്ക് ഒന്ന് കണ്ടു നോക്കി, കുറച്ച് വ്യത്യാസമില്ലേ പല പാറ്റേൺസ് നിങ്ങൾ മാറി കാണുമ്പോഴേക്ക്. അതാ പറയുന്നത്, പ്രാക്ടീസ് ചെയ്യണം. അതായത് അടുത്ത പാറ്റേൺ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിന്റെ ഓപ്പോസിറ്റ് റിവേഴ്സ്, അതായത് ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് എന്ന് പറയും. ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് വന്നത് ഒരു അപ് ട്രെൻഡിലാണെന്നുണ്ടെങ്കിൽ ഇത് ഡൗൺ ട്രെൻഡ് വരും. അതായത് ഒരു നല്ലൊരു ഡൗൺ ട്രെൻഡിൽ ഒരു സപ്പോർട്ട് എടുക്കുന്നു, വീണ്ടും മുകളിലോട്ട് പോകുന്നു, പിന്നെ ഒരു റെസിസ്റ്റൻസ് എടുക്കുന്നു, അത് കഴിഞ്ഞ് വീണ്ടും താഴേക്ക് വരുന്നു, അടുത്ത വലിയൊരു സപ്പോർട്ട് എടുക്കുന്നു. അപ്പൊ എന്താ പറ്റുന്നത്, ബയേഴ്സ് അവിടെ ഉണ്ടെന്നല്ലേ ഇതിനർത്ഥം. വീണ്ടും നിങ്ങൾ ആലോചിക്കുക, സപ്പോർട്ട് എടുത്താൽ എന്താ പറ്റുന്നത്, അവിടെ ബയേഴ്സ് കൂടുതൽ, റെസിസ്റ്റൻസ് എടുത്താൽ എന്താ പറ്റുന്നത്, അവിടെ സെല്ലേഴ്സ് കൂടുതലാണ്. അപ്പോൾ പാറ്റേണോടെ വെച്ച് ചേർത്തൊന്ന് ആലോചിച്ച് സ്പ്ലിറ്റ് ചെയ്ത് ചിന്തിച്ച് നോക്ക്. അത് കഴിഞ്ഞിട്ട് വീണ്ടും മുകളിലോട്ട് പോയിട്ട് ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ട് താഴോട്ട് വരുന്നു, സപ്പോർട്ട് എടുക്കുന്നു,
വീണ്ടും മുകളിലോട്ട് പോകുന്നു. അപ്പൊ എന്താ പറ്റിയത്? ഒരു ഡൗൺ ട്രെൻഡ് അപ് ട്രെൻഡ് ആയിട്ട് മാറി അല്ലെ? ഇനി നമുക്ക് ഒരു 2 പാറ്റേണൂടെ പഠിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം. ഓക്കെ, അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് വെഡ്ജസ് ആണ്. നിങ്ങൾ വെഡ്ജസിനെ ഒന്ന് സ്കെച്ച് ചെയ്ത് വെച്ചു, ഒന്ന് നോക്കി വെച്ചു. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് അവന്മാര് നാളെയും വരാൻ ചാൻസ് ഉണ്ട്. ഈ പറയാൻ പോകുന്നത് നമ്മുടെ ഈ റൈസിംഗ് വെഡ്ജ് എന്ന് പറഞ്ഞൊരു പാറ്റേണെ പറ്റിയാണ്. റൈസിംഗ് വെഡ്ജ് എന്ന് പറഞ്ഞ പാറ്റേൺ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഫോട്ടോ ഉണ്ടല്ലോ, ഒരു ട്രയാങ്കിൾ പാറ്റേൺ പോലെ, എന്നാൽ ട്രയാങ്കിൾ പാറ്റേൺ അല്ലാത്തൊരു സാധനം. ഒരു അപ് ട്രെൻഡ് വരുന്നു, പിന്നെ കുറെ ഹയ്യേ ലോയെ ഉണ്ടാക്കുന്നു. പക്ഷെ ചെറിയൊരു അപ് ട്രെൻഡ് ആയിട്ട് തന്നെയാണ് അത് ഇരിക്കുന്നത്. എന്നാൽ അതിന്റെ പവർ കുറഞ്ഞു വരുന്നത് കാണുന്നില്ലേ? എന്നിട്ട് എന്താ പറ്റുന്നത്? താഴോട്ട് ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് താഴോട്ട് തന്നെ നടക്കത്തുള്ളൂ. അങ്ങനെ നടക്കാനാണ് ചാൻസ്. അതാണ് ഒന്ന് ആലോചിച്ച്, ഒരു അപ് ട്രെൻഡിൽ ഈ ഒരു പാറ്റേൺ വന്നു, അത് ബ്രേക്ക് ചെയ്തപ്പോൾ ഡൗൺ ട്രെൻഡ് ആയിട്ട് മാറി, ട്രെൻഡ് റിവേഴ്സ്. ഇതേപോലെ തന്നെയാണ് ഫോളിംഗ് വെഡ്ജ് എന്ന് പറയുമ്പോഴത്തേക്ക്. ഫോളിംഗ് വെഡ്ജ് വരുന്നത് ഇതിന്റെ കറക്റ്റ് ഓപ്പോസിറ്റ്. ഒരു ഡൗൺ ട്രെൻഡ് വരുന്നു, പിന്നെ ഒരു വീക്ക് ഡൗൺ ട്രെൻഡ് ഉണ്ടാക്കുന്നു. അതിൽ ഒരു പവർ കുറഞ്ഞ ഡൗൺ ട്രെൻഡ് കാണാൻ പറ്റുന്നു. നമ്മളത് ചേർത്ത് 2 ട്രെൻഡ് ലൈനൂടെ വരച്ചു നോക്കി, അത് കാണാം ചെറിയതായിട്ട് ഇങ്ങനെ താന്ന് വന്നിട്ട് പിന്നെ അത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുന്നത് കാണാൻ പറ്റും. വീണ്ടും ഒരു ട്രെൻഡ് റിവേഴ്സിൽ കണ്ടില്ലേ? അപ്പം ഇത്രയും പാറ്റേൺസ് മാത്രമല്ല, നിങ്ങളിപ്പം ഒരു കാര്യം ചെയ്യുക. നിങ്ങളിപ്പോൾ ഗൂഗിളിൽ കയറിയിട്ടാണെങ്കിലും ഒരു ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് പാറ്റേൺസ് നോക്കുക, ഈ പറഞ്ഞ പാറ്റേൺസിന്റെ പേരുകൾ നോക്കുക, എന്നിട്ട് വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക ഗൂഗിളിൽ നിന്ന്. എന്നിട്ട് ചാർട്ട് എടുക്കുക, ഒന്ന് വരയ്ക്കുക, ഇതാണോ എന്നുള്ള കാര്യം ചുമ്മാ നോക്കുക. അങ്ങനെ പല വട്ടം ഏത് ടൈം ഫ്രെയിമിൽ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ മാക്സിമം എക്സ്പീരിയൻസ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൂടുതലായിട്ട് തെളിഞ്ഞു വരും. ഓക്കെ, അപ്പം ഇന്നത്തെ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഒന്നുമില്ല, ഡബിൾ ടോപ്പ്, ഡബിൾ ബോട്ടം. അതെല്ലാം ഡബിൾ ബോട്ടം കുറെ എണ്ണം ചേർന്ന് വരുന്ന പോലെ ഒരു പാറ്റേൺ റൗണ്ടിങ് ബോട്ടം. ഇതെല്ലാം റിവേഴ്സലാണ്. അതെങ്ങനെ റിവേഴ്സിൽ വരുന്നു നിങ്ങൾ ആ ഒരു ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് എവിടെ വരണമെന്നുള്ളതില്ല കാര്യം. പിന്നെ പഠിച്ചത് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ്, ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ്. പിന്നെ പഠിച്ചത് എന്താ? ഫോളിംഗ് വെഡ്ജ് ആൻഡ് റൈസിംഗ് വെഡ്ജ്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഈ പാറ്റേൺസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കുക, ചാർട്ട് വരച്ച് നോക്കുക. ഇന്ന് പഠിപ്പിച്ച എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അടുത്ത ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ പാറ്റേൺ. വീണ്ടും പറയുന്നു, എല്ലാവരും വരച്ച് നോക്കുക. അവസാനം എല്ലാം ശരിയാവും. ഓക്കെ.